നമസ്കാരം, ഞാൻ ശാന്തി സനും. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സാധാരണ ഹോം സ്റ്റേ ഉടമയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം. അദ്ദേഹം ഒരു മനോഹരമായ ഹോം സ്റ്റേ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 2 നില വീട്, നല്ല രീതിയിലുള്ള ക്ലീൻ ആയിട്ടുള്ള റൂമുകൾ, ബാർബിക്യൂ, കിച്ചൺ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീടിനകത്തും പുറത്തും എല്ലാം കാണാൻ വളരെ മനോഹരം. ഒരുപാട് ക്യാഷ് മുടക്കിയും ഒരുപാട് സമയം ചിലവിട്ടും ഒക്കെ പണിത വീടാണ്. പക്ഷേ മന്തിന്റെ വരുമ്പോൾ 30,000 രൂപ മാത്രമാണ് വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. ചെലവുകൾ കഴിച്ചാൽ പിന്നെ കൈവശം ഒന്നുമില്ല. വലിയ പ്രതീക്ഷകളോടെയാണ് ഈ ബിസിനസ് തുടങ്ങിയത്. പക്ഷേ ബുക്കിംഗ് കുറവാണ്, വരുമാനം സ്ഥിരമല്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയാൻ തുടങ്ങി, ഇനി ഹോം സ്റ്റേ മുന്നോട്ട് പോകില്ല. ഹോം സ്റ്റേ നിർത്തിയാൽ പോരെ? ഈ കഥ നിങ്ങളുടേത് പോലെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക, നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് അതിന്റെ പരിഹാരവും കാരണവും ഒക്കെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാം. അതെ, സാധാരണ ഹോം സ്റ്റേ ഉടമകൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ഇതാണ്. നിങ്ങൾക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു മനോഹരമായ ഹോം സ്റ്റേ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട്, പക്ഷേ മന്തിന്റെ വരുമ്പോൾ ബുക്കിംഗ് കൂട്ടി നോക്കുമ്പോൾ വരുമാനം കുറവാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്: എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ? എന്റെ വീട്ടിലേക്ക് എന്ത് ഇംപ്രൂവ് ചെയ്താലാണ് ഹോം സ്റ്റേ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുക? ഇത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ബുക്കിംഗ് എന്താണ് കുറവ്? ഇത് ചോദിക്കുന്ന ഒരുപാട് ഓണേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹോം സ്റ്റേയുടെ നിലനിൽപ്പ് പോലും സംശയത്തിലാകുന്നു. ലോൺ റീപേയ്മെന്റ്, മെയിന്റനൻസ്, ഫാമിലി എക്സ്പെൻസസ് എല്ലാം മന്തിന്റെ വരുമ്പോൾ ക്ലാഷ് ആകുന്നു. പക്ഷേ ഈ ബുക്കിംഗ് കുറവിന്റെ പിന്നിലുണ്ടാകുന്ന റിയൽ റീസൺ എന്ന് പറയുന്നത് ഫെസിലിറ്റി ഇല്ലാത്തതല്ല, വിസിബിലിറ്റി ഇല്ലായ്മയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മുടെ വീട് എത്ര മനോഹരമായാലും അത് ആളുകൾക്ക് കാണാൻ കഴിയണം. ഒരു റെസ്റ്റോറന്റ് ഉണ്ടെങ്കിൽ അത് ഹൈവേയിൽ കാണാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ ആളുകൾ അവിടെ വരുമോ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോം സ്റ്റേയെ കുറിച്ച് ഗസ്റ്റുകൾക്ക് അറിയില്ലെങ്കിൽ ഗസ്റ്റ് എങ്ങനെ അവിടെ വരും? അതിനാൽ സക്സസ് ലക്ഷ്യമിടുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചിന്തയിൽ നിന്ന് എനിക്ക് വിസിബിലിറ്റി കൂട്ടാനായിട്ട് എന്ത് ചെയ്യാം എന്ന ചിന്തയിലേക്കാണ് നാം മാറേണ്ടത്. നമ്മുടെ വീടിന് ചുറ്റും കുറെ റിസോർട്ടുകൾ ഉള്ളപ്പോൾ, അവിടെയെല്ലാം ബുക്കിംഗ് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടേത് തീരെ ബുക്കിംഗ് ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വീട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് പ്രധാന പ്രശ്നം. നമ്മുടെ പ്രശ്നം വീട് മനോഹരമല്ല എന്നല്ല, അത് ആളുകൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, വിസിബിലിറ്റി എന്താണ്? അത് എങ്ങനെ ബുക്കിങ്ങിനെ ഡയറക്റ്റ് ആയി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോം സ്റ്റേ മറ്റുള്ളവർക്ക് കാണപ്പെടുന്നത് അത് എവിടേക്കാണ് കാണപ്പെടേണ്ടത് എന്നതാണ്. നേരിട്ട് റോഡിലൂടെ പോകുമ്പോൾ കാണുന്നതല്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഗൂഗിൾ, എയർബിഎൻബി, Booking.com, മേക്ക് മൈ ട്രിപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ, വാട്സപ്പ് സ്റ്റാറ്റസിൽ പോലും വിസിബിലിറ്റി എന്നത് ഒറ്റ വാക്കായാലും അത് നമ്മുടെ ഹോം സ്റ്റേയുടെ സക്സസിന്റെ ഫൗണ്ടേഷൻ ആണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങളൊരു കസ്റ്റമർ ആണെന്ന് കരുതൂ. മുന്നിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്നു, ഹോം സ്റ്റേ നിയർ മൂന്നാർ വിത്ത് കിച്ചൺ. പക്ഷേ നിങ്ങളുടെ ഹോം സ്റ്റേ വിസിബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് കാണാൻ കഴിയുമോ? ഇല്ല. Booking.comലും എയർബിഎൻബിയിലും സെർച്ച് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഹോം സ്റ്റേ കണ്ടുപിടിക്കാനാകുമോ? ഒരിക്കലുമില്ല. സോഷ്യൽ മീഡിയയിൽ റീൽസ് അല്ലെങ്കിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഫേസ്ബുക്ക് പേജ് ആക്റ്റീവ് അല്ലെങ്കിൽ, ആളുകൾ വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഇല്ലെങ്കിൽ ആളുകൾ എങ്ങനെ ശ്രദ്ധിക്കും? വിസിബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു മനോഹരമായി ഹോം സ്റ്റേ ഉണ്ടാക്കി വെച്ചാലും അത് മനസ്സിലാവാതെ മറഞ്ഞു പോകുന്നു. നിങ്ങൾ എത്ര റേറ്റ് കുറച്ചാലും ബുക്കിംഗ് കിട്ടില്ല. ഇവിടെ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്: വിസിബിലിറ്റി ഇല്ലെങ്കിൽ ബുക്കിംഗ് ഇല്ല. വിസിബിലിറ്റി ഉള്ളവർക്ക് ബുക്കിംഗ് സ്റ്റഡി ആയി വരും. വിസിബിലിറ്റി കൊണ്ട് ബുക്കിംഗ് പ്രഡിക്റ്റബിൾ ആക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതിനായിട്ട് എന്ത് ചെയ്യാം? ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുക, ദിവസേന പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ റെഗുലർ ആയിട്ട് റീൽസ് ഇടുക, സ്റ്റോറീസ് ഇടുക, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നിങ്ങളുടെ ഹോം സ്റ്റേയുടെ നെയിം, നമ്പർ, ലൊക്കേഷൻ, റിവ്യൂസ് എന്നിവയെല്ലാം ചേർക്കുക. OTAകളിൽ ലിസ്റ്റ് ചെയ്യുക, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഫോട്ടോസ് എല്ലാം അവിടെ പെർഫെക്റ്റ് ആക്കുക. വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെ പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ചേർന്നാൽ വിസിബിലിറ്റി താനേ കൂടും. വിസിബിലിറ്റി കൂടുമ്പോഴോ ബുക്കിംഗ് നാച്ചുറൽ ആയിട്ട് വരും. വിസിബിലിറ്റി എന്നത് സിമ്പിൾ ആണെങ്കിലും നമ്മുടെ ഹോം സ്റ്റേ ബിസിനസിന്റെ പിന്നിലുള്ള എഞ്ചിനാണ്. വിസിബിലിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാം. പല ഹോം സ്റ്റേ ഉടമകളും എന്നോട് പറയാറുണ്ട്, ബുക്കിംഗ് ഇല്ല, എല്ലാവരും വിളിച്ച് വാടകയൊക്കെ ചോദിച്ചിട്ട് പോയി എന്ന്. പക്ഷേ ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇതാണ്: വിസിബിലിറ്റിയും മാർക്കറ്റിംഗും കുറവാണ്. പക്ഷേ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് നോക്കൂ. വീടിന്റെ സൗകര്യങ്ങൾ പോരായിരിക്കും, ബാച്ചിലേഴ്സ് വരുന്നത് കൊണ്ടാകാം, കിച്ചൺ ഇല്ലാത്തത് കൊണ്ടാവാം. ബുക്കിംഗ് കുറവിന്റെ മുഖ്യ കാരണം മറ്റൊന്നാണ്: വിസിബിലിറ്റി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇല്ലായ്മ തന്നെയാണ്.
നമുക്ക് നോക്കാം ചില മോസ്റ്റ് കോമൺ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായിട്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അവിടെ ആക്റ്റീവ് അല്ല. ഫേസ്ബുക്ക് പേജ് ഉണ്ടാകും, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാകും, പക്ഷെ പിന്നെ പോസ്റ്റ് ഒന്നും അവിടെ ചെയ്യാറില്ല. ഒരു മാസമായിട്ട് അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ആളുകൾക്ക് ഒരു സംശയം വരും, ഇത് നിലവിലുണ്ടോ? 2, ഗൂഗിളിൽ ബിസിനസ് പ്രൊഫൈൽ ഇല്ല. ഗൂഗിളിൽ ഹോം സ്റ്റേ നിയർ വാഗമൺ എന്ന ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം സ്റ്റേ കാണിച്ചില്ലെങ്കിൽ പിന്നെ ബുക്കിംഗ് എങ്ങനെ വരും? 3, ഓൺലൈൻ ലിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. Booking.com, Airbnb, അഗോഡ ഈ പ്ലാറ്റ്ഫോമുകളിലൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടൂറിസ്റ്റ് എങ്ങനെയാകും നിങ്ങളുടെ ഹോം സ്റ്റേ കാണുന്നത്? 4, റീൽസ്, സ്റ്റോറീസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാത്ത നമ്മുടെ വിസിബിലിറ്റി കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ സൗകര്യങ്ങൾ, ഗസ്റ്റിന്റെ എക്സ്പീരിയൻസസ്, ഫുഡ്, ആക്ടിവിറ്റീസ് ഇതെല്ലാം റീൽസിലൂടെയും സ്റ്റോറീസിലൂടെയും റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്യുക. 5, ഗസ്റ്റ് റിവ്യൂസ് ആവശ്യപ്പെടുന്നില്ല. ഗസ്റ്റ് തികഞ്ഞ സന്തോഷത്തോടെ പോയാലും റിവ്യൂ ചോദിക്കാതെ വിട്ടയക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. റിവ്യൂസ് ഇല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉണ്ടാകില്ല. നമുക്ക് നല്ല റിവ്യൂ സിസ്റ്റം തന്നെ സെറ്റ് ചെയ്യണം. സർ, മേഡം, നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റേ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ നല്ല മനസ്സോട് തന്നെ തുറന്ന് ചോദിക്കണം. ആ സന്തോഷം ഒരു സ്മോൾ റിവ്യൂ ആക്കിയിട്ട് ഗൂഗിളിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കേ. അല്ലെങ്കിൽ ഒരു വീഡിയോ ആക്കി തരാമോ എന്നൊന്ന് ചോദിച്ചേ. ഇവയൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ ബുക്കിംഗ് നാച്ചുറൽ ആയിട്ട് കുറയും. ഇതെല്ലാം ഒരു മികവായി കമ്പൈൻ ചെയ്താലേ ബുക്കിംഗ് നാച്ചുറൽ ആയിട്ട് ഉയരുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്ന തോന്നൽ മതിയാവില്ല. നമ്മുടെ വീടിന്റെ കാണപ്പെടുന്ന രൂപം ഓഡിയൻസിലേക്ക് എത്തിച്ചേരുന്നു എന്നത് ഉറപ്പുവരുത്തണം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ബുക്കിംഗ് കുറവാണ്, വിസിബിലിറ്റി കുറവാണ്, അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നാണ്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിസിബിലിറ്റി കൂട്ടാൻ പറ്റിയ പ്ലാൻ ഒക്കെ നോക്കാം. ഇത് സിമ്പിൾ ആണെങ്കിലും പലരും നടപ്പിലാക്കുന്നില്ല. നിങ്ങൾ സീരിയസ്ലി ഫോളോ ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ്. സ്റ്റെപ്പ് 1, ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പേജ്. നിങ്ങളുടെ ഹോം സ്റ്റേക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള FB പേജ് ഉണ്ടാക്കണം. വീട്, ഇന്റീരിയർ, കിച്ചൺ, ക്യാമ്പ് ഫെയർ എല്ലാം നല്ല ഫോട്ടോയോട് കൂടി അവിടെ അപ്ഡേറ്റ് ചെയ്യുക. വീക്കിലി 3-4 പോസ്റ്റുകളെങ്കിലും ചെയ്യുക. ഗസ്റ്റ് റിവ്യൂസ്, റൂം ഓഫേഴ്സ്, ലൊക്കേഷൻ ഫീച്ചേഴ്സ് എന്നിവ അവിടെ ഷെയർ ചെയ്യുക. സ്റ്റെപ്പ് 2, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ റെഡിയാക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് കാണണം. മാപ്പിൽ, റിവ്യൂസിൽ, ഫോട്ടോസിൽ എല്ലാം നിങ്ങൾ ഉണ്ടാകണം. ഗൂഗിളിൽ പ്രൊഫൈൽ സെറ്റ് ചെയ്യുമ്പോൾ നെയിം, നമ്പർ, അക്യുറേറ്റ് ലൊക്കേഷൻ, 5ൽ കൂടുതൽ ഫോട്ടോസ്, ഡിസ്ക്രിപ്ഷൻസ്, ഗസ്റ്റ് റിവ്യൂ ലിങ്ക് എന്നിവയെല്ലാം അവിടെ ഉൾപ്പെടുത്താം. സ്റ്റെപ്പ് 3, OTA ലിസ്റ്റിംഗ്. സാധാരണ ഒരാൾക്ക് ഇതൊന്നും ചെയ്യുവാനായിട്ട് വലിയ ഭയം തോന്നും. പക്ഷേ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ. ടൈറ്റിൽ പെട്ടെന്ന് ഹുക്ക് ചെയ്യുന്ന രീതിയിലാക്കണം. റൂം ഡീറ്റെയിൽസ് ക്ലിയർ ആക്കണം. പ്രൈസിങ് ശരിയാക്കണം. ഫോട്ടോസ് ടോപ്പ് ക്വാളിറ്റി ആക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് 4, വാട്സപ്പ് സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്. സോഷ്യൽ മീഡിയയിൽ ചിലർ ആക്റ്റീവ് ആണെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നവർ കുറവാണ്. നിങ്ങളുടെ ഗസ്റ്റ് സ്റ്റേയിൽ വന്ന് സന്തോഷിച്ചാൽ അത് സ്റ്റാറ്റസിൽ പോസ്റ്റ് ആക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ഒരു പോസ്റ്റ് എങ്കിലും ചെയ്താലാണ് റീച്ച് കൂടുകയുള്ളൂ. സ്റ്റെപ്പ് 5, റിവ്യൂ കളക്ഷൻ സിസ്റ്റം. എല്ലാ ഗസ്റ്റിനോടും പറയുക, നമുക്ക് ഗൂഗിളിൽ ഒരു ചെറിയ റിവ്യൂ കൊടുക്കാമോ എന്ന് അവരോട് ചോദിക്കുക. ഇതിനായിട്ടൊരു വാട്സപ്പ് മെസ്സേജ് നമുക്ക് ടെംപ്ലേറ്റ് റെഡിയാക്കി വെക്കാവുന്നതാണ്. അതിൽ QR കോഡ് പ്രിന്റ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിന്റെയോ അല്ലെങ്കിൽ ഡോറിന്റെയോ ഒക്കെ മുൻപിലായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അവിടെ റിവ്യൂസ് ആണ് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. സ്റ്റെപ്പ് 6, സിമ്പിൾ മെറ്റ ആഡ്സ്. സ്മോൾ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. 50 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് വരെ നമുക്ക് ഡെയിലി ആഡുകൾ ചെയ്യാവുന്നതാണ്. വിസിബിലിറ്റി എന്നത് ഒരു ദിവസത്തെ മിറക്കിൾ അല്ല. എല്ലാ ദിവസവും 15 മിനിറ്റ് വിസിബിലിറ്റിക്കായി വേണ്ടി നമ്മൾ ടൈം മാറ്റി വെക്കുക തന്നെ വേണം. അത് പോസ്റ്റ് ആകാം, സ്റ്റാറ്റസ് ആകാം, ഗസ്റ്റ് റിവ്യൂസ് ആകാം. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം സ്റ്റേ ഗ്രാജുവലി വിസിബിലിറ്റി നേടുക തന്നെ ചെയ്യും. ബുക്കിംഗ് സ്റ്റഡിയായി തുടങ്ങും. മന്ത് എൻഡ് ഇൻകം പ്രെഡിക്റ്റബിൾ ആക്കാനായിട്ടും സാധിക്കും. ഇപ്പോൾ നമുക്കൊരു ചോദ്യത്തിന്റെ ഉത്തരം ആവശ്യമാണ്. വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്താൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും? ബുക്കിംഗ് കൂടും, എൻക്വയറി കൂട്ടാം, മന്ത് എൻഡ് ഇൻകം പ്രെഡിക്റ്റബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 30,000 രൂപ മാത്രം കിട്ടിയിരുന്ന മന്ത് എൻഡിൽ വിസിബിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം 60,000 രൂപ മുതൽ 75,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ വരെ നമുക്ക് വരുമാനത്തിൽ എത്താനായിട്ട് സാധിക്കും. അത് ഒറ്റ ദിവസത്തിലല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് വിസിബിലിറ്റി വർക്ക് ചെയ്താൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. നമ്മളിൽ പലരും ആദ്യം ചിന്തിക്കുന്നത് പുതിയ കട്ടിൽ വേണം, കിച്ചൺ മാറ്റി പണിയണം, പെയിന്റ് ഒക്കെ പുതുക്കി അടിക്കണം. അതൊക്കെ നല്ലതാണ്. പക്ഷേ ആദ്യം ആരും കാണുന്നില്ലെങ്കിൽ അതെല്ലാം മാറ്റം വരുത്താം. ഗസ്റ്റ് വന്ന് തുടങ്ങിയതിന് ശേഷം വിസിബിലിറ്റി, അതിനുശേഷം ഫെസിലിറ്റി, അതിനുശേഷം ഇംപ്രൂവ്മെന്റ്സ്. സക്സസ് പ്രഡിക്റ്റബിൾ ആക്കാനായിട്ട് 3 ഘടകങ്ങൾ നമുക്ക് നോക്കാം. വിസിബിലിറ്റി, ആളുകൾക്ക് നമ്മളെ കാണാൻ പറ്റണം.
മാർക്കറ്റിംഗ്, അവരുമായി ഇമോഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ കണക്ട് വേണം. എൻഗേജ്മെന്റ്, ഗസ്റ്റിനെ കണക്ട് ചെയ്യുക, അവരുടെ വിശ്വാസം നേടിയെടുക്കുക. ഇത് മൂന്നും ചേർന്നാൽ നിങ്ങളുടെ ഹോം സ്റ്റേ ബിസിനസ് പ്രഡിക്റ്റബിൾ ആൻഡ് പ്രോഫിറ്റബിൾ ആകും. നിങ്ങൾ ഇന്ന് തന്നെ വിസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി ഒരു ചെറിയ തീരുമാനമെടുക്കൂ. ഇനി ഞാൻ എന്റെ ഹോം സ്റ്റേക്കായിട്ട് വിസിബിലിറ്റി പ്രവർത്തനങ്ങൾ തുടരും. കമന്റ് ചെയ്യൂ. വിസിബിലിറ്റി മൂഡ് ഓൺ. ഇപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിച്ചു നോക്കൂ, എന്റെ ബുക്കിംഗ് കുറവിന്റെ കാരണം എന്താണ്? വീടിന്റെ ഡിസൈൻ അല്ല, കിച്ചൺ അല്ല, വാടകയല്ല, വിസിബിലിറ്റി ആണ്. മനോഹരമായ ഹോം സ്റ്റേ ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ, പക്ഷേ അത് കാണുന്നവർക്ക് മാത്രമാണ് ബുക്കിംഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനാൽ വിസിബിലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഹോം സ്റ്റേ ഷൈൻ ചെയ്യാൻ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ ഇതിന്റെ ബാക്കി വഴികളും ഡീറ്റെയിൽസും നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇതുവരെ ഈ വീഡിയോ കാണാൻ നിങ്ങൾ സമയമെടുത്തതിന് വളരെ സന്തോഷം. ഇത് നിങ്ങളുടെയും നിങ്ങളുടെ ഹോം സ്റ്റേ ഭാവിയുടെയും ആദ്യ സ്റ്റെപ്പ് ആകട്ടെ.